നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരദേശ പഞ്ചായത്തുകളിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് വിജയം. കുടുംബശ്രീ ജില്ലാ മിഷൻ ബാലകലോത്സവം നടത്തി. തീരദേശ പഞ്ചായത്തുകളിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഊർജിത പകർച്ചവ്യാധി നിയന്ത്രണ പശ്ചാത്തലത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രവും മധുരകം ബ്ലോക്ക്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശുചീകരണ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ, മറ്റു ആരോഗ്യ പ്രവർത്തകരൊക്കെ കൂടി ചേർന്നുകൊണ്ട് വാർഡിൽ ഇറങ്ങി ഒരു വീടും വിടാതെ ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് അറിയാം, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ ഒരു കുളം വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ ആ കുളത്തിൻ്റെ ഉടമസ്ഥന് മാത്രമല്ല അതുകൊണ്ട് ദോഷം. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിൽ കൂടിയ മീറ്റിങ്ങിൽ നമ്മൾ കണ്ടതാണ്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചറ മൂടിക്കെടുക്കുന്ന കുളങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇതുകൊണ്ടുള്ള ദോഷം ആ കുളത്തിൻ്റെ ഉടമസ്ഥന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ആ പരിസരത്തുള്ള ജലം, കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെടുത്ത പോലെ ഒരു തീരുമാനം, നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള കുളങ്ങളുള്ള ഉടമസ്ഥരെ അത് പറഞ്ഞ് ബോധവൽക്കരിക്കുകയും അത് ഇത്ര ദിവസത്തിനുള്ളിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് അവരെ കൊണ്ട് എടുപ്പിക്കുകയും നമ്മൾ ചെയ്യണം. കാരണം ഓരോ തവണയും ഈ മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ജീവനുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയും നമ്മുടെ പഞ്ചായത്തിലൊരു മരണം നടന്നു. അതുപോലെ തന്നെ ഇനി തൊട്ടടുത്ത സമയങ്ങളിലൊന്നും പകർച്ചവ്യാധികൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നേ മതിയാവും. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത മോഹൻദാസ്, വാർഡ് മെമ്പർ അജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൽ ജമാൽ എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർ P. പരമേശ്വരൻ, VP അനുകുമാർ എന്നിവരും പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും മായ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചിത്വ റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് റാലി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേന്ദ്രവും അതുപോലെ തന്നെ വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ നമ്മളെല്ലാ വാർഡുകളിലെയും ശുചിത്വ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ആശാവർക്കന്മാരും സോളോ കെയർ നേഴ്സുമാർ എല്ലാവരും സഹായത്തോടു കൂടിയാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഗതപ്രചാരണത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വലപ്പാട് പഞ്ചായത്ത് ആരോഗ്യരംഗത്ത് വളരെയധികം മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 2 വർഷങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് സാധിച്ചു. മഴയ്ക്ക് മുൻപായി ഇതുപോലെ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാവരും ബോധവാന്മാരാണെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് ഇവിടെ നമ്മൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യക്തിശുചിത്വത്തോടൊപ്പം തന്നെ നമ്മുടെ പരിസരവും അതുപോലെ തന്നെ മറ്റുള്ളവരെ നിർവഹിക്കാതെ മാലിന്യ സംസ്കരണം നടത്താനുള്ള സംസ്കാരം നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെയധികം കൂടുതലാണ്. ഇതുപോലെ നമ്മുടെ വീട് പരിസരം ശുചിത്വമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽവക്കക്കാരും കൂടി അതിന് സഹായിക്കാൻ മാത്രമേ നമുക്ക് നല്ലൊരു ശുചിത്വമുള്ള പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് പോകാൻ സാധിക്കുള്ളൂ. ഡോക്ടർ N. A. മാഹിൻ മുഖ്യ പ്രഭാഷണം നടത്തി. മെമ്പർമാരായ NS ധർമ്മൻ, ശിഭ പ്രദീപ്, അനിത, ഫാത്തിമ സലീം, സുരേന്ദ്രൻ, VB ഷരീഫ്, ഷരീഫ ബാവ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ, നിഖിൽ മോഹൻ, രതീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പൊതുസ്ഥാപന ശുചീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യപൂർണമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ കാര്യക്ഷമതയോടുകൂടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇന്നലെ അതിൻ്റെ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നാട്ടിക ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. അതിനുശേഷം ഇന്ന് പഞ്ചായത്ത് തലത്തിൽ
പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കുകയാണ്. ഇന്ന് പഞ്ചായത്ത് കോമ്പൗണ്ടും നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനും അങ്ങനെ തുടങ്ങി പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഇത്തരം പ്രവർത്തന പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെ, അതിനുശേഷം നമ്മുടെ സബ് സെൻ്ററുകളുണ്ട്. അതിനുശേഷം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ജലാശയങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, പൊതുകിണറുകൾ വൃത്തിയാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കലെല്ലാം പഞ്ചായത്ത് വളരെ സജീവമായി ഇടപെടുകയാണ്. പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.വി. വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി നിതിൻ, മെമ്പർമാരായ സി ശങ്കരനാരായണൻ, ശ്രീദേവി മാധവൻ, എം കെ മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CP ഡേവിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി ഹനീഷ് കുമാർ, ജെ അലിമുത്തു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ES സുജാത, ആശാ വർക്കർമാരായ ബിന്ദു പ്രദീപ്, ശ്രീദേവി, സോമൻ, നിഷ ഉണ്ണികൃഷ്ണൻ, സുധ സോമൻ, വിജയലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലും മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പൊതുസ്ഥാപനങ്ങളിലെയും പരിസരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VH ഹബീബ്, പ്രസിഡന്റ് അനിത ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ജോഷി, LC വിൻസെന്റ്, KG ദിലീപ്, ഉമ ശിവരാമൻ തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികളും CDS കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരും പങ്കെടുത്തു. എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഡ്രൈഡേ ആചരിക്കുകയാണ്. എൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ എല്ലാ ആശുപത്രി, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം, അതുപോലെ മറ്റു പൊതുസ്ഥലങ്ങളെല്ലാം അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ 4-ാം വാർഡിലെ തൊഴിലുറപ്പുകാരും പഞ്ചായത്ത് ഓഫീസ് മെമ്പേഴ്സും സ്റ്റാഫുകളും എല്ലാവരും കൂടിയാണ് ഇന്നിവിടെ പ്രവർത്തനം നടക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിക്കൊണ്ട് എല്ലാ വാർഡിലും എല്ലാവരും തുടർ നടപടി ഇതുപോലെ തന്നെ വൃത്തിയാക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലും മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ധാരാളം വെള്ളം കുടിക്കുകയും നമ്മുടെ ആഹാരത്തിൽ കൃത്യമായ ചിട്ട ഉണ്ടാക്കുകയും ചെയ്താൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് എവിടെയോ തകരാറുകളുണ്ട്. ഈ ബേക്കറി പലഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നു. സമീപഭാവിയിൽ ആ രോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ മെയ് മാസം അയിനിക്കുരൊക്കെ വറുത്ത് ചുട്ട് തിന്നേണ്ട അല്ലെങ്കിൽ വറുത്ത് തിന്നേണ്ട ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു, ഇതൊക്കെ ഉപേക്ഷിച്ചു. അതിനകത്ത് ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഘടകങ്ങളുണ്ട് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ക്യാപ്സൂൾ രൂപത്തിൽ വലിയ ഉയർന്ന വിലയുള്ള മരുന്ന് വാങ്ങിച്ചാലാണ് നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ആ തരത്തിലേക്ക് നമ്മുടെ കാലം മാറി, ലോകമൊക്കെ മാറിക്കഴിഞ്ഞു. ഡോക്ടർ അർജുൻ അജയ് ഘോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS ഷാഫി, രത്നചന്ദ്രൻ, KM മധുസൂദനൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ, ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണനുണ്ണി, JH രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. ഇടവേള.